നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസി, എക്സ്റ്റേണൽ അഫയേഴ്സിൽ നമ്മുടെ രാജ്യത്തിനുണ്ടായ പോളിസിയിലുള്ള ഒരു ചേഞ്ചിനെ കുറിച്ച് തന്നെ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു 10-11 വർഷമായിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിൻ്റെ അഖണ്ഡത, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഇമേജ് എങ്ങനെ പുറത്ത് ഉയർത്തി കാണിക്കണം എന്നതിൽ വളരെ വലിയ ഒരു പ്രോഗ്രസ് നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം നമ്മളുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അത് ഏറ്റവും വ്യക്തമായിട്ട് പറയേണ്ടത് നമ്മുടെ കാശ്മീർ ഇഷ്യൂസും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ ഉണ്ടായ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിനെ നല്ല എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മുടെ പട്ടാളം എന്നേ തയ്യാറായിരുന്നു. പട്ടാളത്തിൽ നിന്ന് പല പ്രാവശ്യം നമുക്ക് ഒരു കമാൻഡ് തരൂ, ഞങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് എക്സിക്യൂട്ട് ചെയ്യാം എന്ന് പലപ്പോഴായിട്ട് നമ്മുടെ ആർമിയിലുള്ളവർ അല്ലെങ്കിൽ നമ്മളുടെ പട്ടാളത്തിലുള്ളവർ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ വില്ല് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ 10 വർഷത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മിനിസ്റ്റർ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ, അതുപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആരെ വേണമെങ്കിലും പറഞ്ഞു നിർത്താൻ കഴിവുള്ള ഒരു എക്സ്റ്റേണൽ അഫെയർ മിനിസ്റ്റർ, ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ റെപ്യൂട്ടേഷൻ, ഇമേജിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് പ്രത്യേകിച്ചും നമ്മൾ പുറത്തുള്ള രാജ്യത്തെ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഫോറിൻ ക്ലയൻസും കസ്റ്റമേഴ്സുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് 2008, 2009 അല്ലെങ്കിൽ ഒരു 2007 തൊട്ടത് ഉള്ള സമയങ്ങളിൽ നമ്മൾ ഫോറിൻ ക്ലയൻസിനോട് സംസാരിക്കുമ്പം ഉണ്ടായിരുന്ന റെപ്യൂട്ടേഷൻ എങ്ങനെയാണ്, അത് നമ്മളൊരു 2014 കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മളെ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പറയുന്നില്ല ഇത് പെട്ടെന്നൊരു ഭരണമാറ്റം കൊണ്ട് വന്നതാണ് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ കൂടെ നമ്മളുടെ ആളുകൾ കറക്റ്റായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരുപക്ഷെ 2014 മുമ്പ് തന്നെ ആളുകൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ പൊളിറ്റിക്കൽ വില്ല് വളരെ ലോ ആയിരുന്നു. അത് ഒരു വേറെ ലെവലിൽ വന്നത് 2014 ശേഷമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കാശ്മീർ ഇഷ്യൂ, അത് എത്രയോ വർഷമായിട്ട് അതൊരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നതിന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അത് ഹാൻഡിൽ ചെയ്യണ്ടായി. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്ററായിട്ട് വന്നതിന് ശേഷം ഒരിക്കൽ പാകിസ്ഥാന് കാശ്മീർ ഇഷ്യൂ UN ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അന്നേരം നരേന്ദ്രമോദി ആദ്യമായിട്ട് ഒരു വലിയ ചേഞ്ച് അവിടെ കാണിക്കേണ്ടത് അതെന്തായിരുന്നു വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ബലൂചിസ്ഥാൻ ഇഷ്യൂവിനെ കുറിച്ചാണ്. പാകിസ്ഥാൻ കാശ്മീർ ഇഷ്യൂ വിട്ടിട്ട് അവരുടെ തന്നെ രാജ്യത്തിലുള്ള ബലൂചിസ്ഥാൻ ഇഷ്യൂ ഹാൻഡിൽ ചെയ്യൂ എന്ന് ഒരു ഇൻഡിക്കേഷൻ കൊടുത്തു. അത് ഒരു ഹ്യൂജ് ഗെയിം ചേഞ്ചറായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വിഭാഗം വളരെ സ്ട്രോങ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല ഔട്ട്സൈഡ് ഇന്ത്യയിലും വളരെ പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളുടെ ഇഷ്യൂസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിനെക്കുറിച്ച് നല്ല ഒരു റിസർച്ച് തന്നെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഓർത്ത് നോക്കുക, ഇപ്പോൾ നമുക്കൊരു എനിമിയുണ്ട്, നമ്മുടെ അയൽക്കാരനാണെന്ന് തന്നെ വിചാരിക്കാം. ഈ അയൽക്കാരൻ നമ്മളുടെ ഒരുപക്ഷെ നമ്മുടെ അതിര് കയറി ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് അവിടെ വേറെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പോയിൻ്റുകളുണ്ടെങ്കിലും അപ്പോൾ ആ ഭാഗത്തൂടെ അയാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ് അയാൾക്ക് ഒരു വീക്ക് പോയിൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാകുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവരുടെ സ്ട്രോങ് പോയിൻറ്റിൽ അറ്റാക്ക് ചെയ്യാതെ അവരുടെ വീക്ക് പോയിൻറ്റിൽ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളുടെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഏരിയ ഇനിയും സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പോളിസിയാണ്
ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാശ്മീരിൽ ഇലക്ഷൻ വരുന്നുണ്ട്. ആ സമയത്ത് ഇലക്ഷനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തീവ്രവാദികളും അതേപോലെ മറ്റുള്ള ആളുകളെ അവിടെ കടത്തിവിടാനും നമ്മുടെ ആഭ്യന്തരമായിട്ട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഗവൺമെൻറ് വളരെ കറക്റ്റായിട്ട് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നൊന്നും ചെയ്യാതെ തന്നെ നമ്മളുടെ ഡിഫൻസിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് അവിടെ നമ്മളുടെ ഡിഫൻസിനെ കുറച്ചുകൂടെ പെനിട്രേറ്റ് ചെയ്ത് അവിടെ നിന്നുള്ള എന്താ പറയുക, ഈ തീവ്രവാദികളെയൊക്കെ കുറേശ്ശെ തുടച്ച് നീക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൂടാതെ നമ്മുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതിനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബലൂചിസ്ഥാനിൽ ഇപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടാകുകയും അവിടെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഓൾമോസ്റ്റ് 100-ൽ പരം ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തു. അത്രയും വലിയ തരത്തിലുള്ള ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാൻ സാധാരണ ഒരു മിലിറ്റൻസിന് വളരെ ബുദ്ധിമുട്ടാണ്. അതിനൊരു മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ആവശ്യമുണ്ട്. അതില്ലാതെ അത്ര കൃത്യതയോടുകൂടി അവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഇൻ്റലിജൻസ് എവിടെ നിന്ന് വന്നിരിക്കാം? ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവർ വലിയ ഒരു ഗ്രൂപ്പാണെങ്കിൽ കൂടെ അവർക്ക് അത്രയും വലിയൊരു മിലിറ്ററി ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും പുറത്തുനിന്നുള്ള ഒരു പാർട്ടിയുടെ സപ്പോർട്ട് അതിലുണ്ടായിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വിഭാഗം തന്നെയായിരിക്കും. നമ്മൾ പലരും പലപ്പോഴും പറയുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഓർത്ത് നോക്കൂ, നമ്മളെ അറ്റാക്ക് ചെയ്ത് നമ്മളെ എപ്പോഴും ബുദ്ധിമുട്ടിൽ നിർത്തുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് തിരിച്ച് ചെയ്തുകൂടാ? അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു രാജ്യത്തിൻ്റെ പോളിസി. ഇപ്പോൾ അമേരിക്കയെ ഏതെങ്കിലും രാജ്യം ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് അവർ അമേരിക്ക മിണ്ടാതിരിക്കുമോ? ഉറപ്പായിട്ടും ഇല്ല. അവർ അറ്റാക്ക് ചെയ്തിരിക്കും. ഇസ്രായേലിൻ്റെ കാര്യം നോക്കൂ. ഇസ്രായേലിനെ ആദ്യം കുറേ ഹമാസ് തീവ്രവാദികൾ പോയിട്ട് 1200 പേരെ ഒരുപാട് പേരെ കൊല്ലുകയും ഒരുപാട് പേരെ ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്? അവർ അറ്റാക്ക് ചെയ്തു. അവർ 1000-ന് പകരം 40,000 50,000 നിരപരാധികളെ വരെ കൊല ചെയ്തു. പക്ഷേ അത് ചെയ്യാതിരിക്കാൻ അവർക്ക് നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണുള്ളത്. അതുപോലെ തന്നെ നമ്മളെ സ്ഥിരമായിട്ട് അറ്റാക്ക് ചെയ്ത് നമ്മളെ മുള്ളിൻമുനയുടെ മേലെ നിർത്തുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ തിരിച്ച് ചെയ്തുകൂടാ? നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ കാര്യം, രാജ്യസുരക്ഷ വരുമ്പോൾ നമ്മളാൽ എന്തൊക്കെ കഴിയുമോ അതെല്ലാം ചെയ്ത് നമ്മളുടെ ശത്രുവിനെ തോൽപ്പിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിൽ നമ്മൾ പ്ലേ ഫെയർ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. രാജ്യതന്ത്രത്തിൽ പ്ലേ ഫെയർ കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഇന്ത്യ കഴിയുന്നത് പോലെ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള എലമെൻസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ അതേപോലെ നോർത്ത് ഈസ്റ്റിലുള്ള തീവ്രവാദികളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാകിസ്ഥാൻ്റെ ഗ്രൂപ്പുകളും ISIയും അതുപോലെ വേറെ മറ്റ് പല ഗ്രൂപ്പുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബലൂചിസ്ഥാൻകാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, സിന്ധുകാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, പഷ്തൂൺകാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് വേണ്ട ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇനി കുറച്ച് വെപ്പൺസൊക്കെ കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ട്രാറ്റജിയാണ് നമുക്ക് ഇപ്പോൾ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതിനിപ്പം പാകിസ്ഥാനാണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ചൈനയാണെങ്കിലും ശ്രീലങ്കയാണെങ്കിലും ഏത് മാലിദ്വീപ് ആണെങ്കിലും ആരും നമുക്കെതിരെ തിരിയുന്നു അവരെ വെറുതെ വിടണം എന്ന് ഉള്ള ചിന്താഗതിയൊന്നും ഇപ്പോഴുള്ള ഇന്ത്യ ഗവൺമെൻറ്റിനില്ല. അത് വളരെ നല്ല കാൽവയ്പ്പാണ്. ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ എനിക്ക് എന്താ പറയുക, നല്ല ഗർവ് തോന്നുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, നമ്മൾ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് പറയണമെങ്കിൽ ഇതുപോലെ നമ്മളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയണം. അതിന് വേണ്ട പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യണം. അതിന് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഒരുപാട് ചേഞ്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ഇതിന് ഉറപ്പായിട്ടും ബലൂചിസ്ഥാനിലെ ഈ അറ്റാക്കിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കൈയുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജയ് ഹിന്ദ്.